വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡോക് ആൻഡ് മോം. സ്റ്റേ ട്യൂൺഡ്. ആക്കിബിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് പോവാണ്. ആക്കിബ്സ് ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ പട്ടാമ്പി ചെറിയൊരു കഫേയിൽ വെച്ചിട്ട് നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം. അമ്മായിമാരെ വിളിക്കണം, അതായത് ഇവന്റെ അമ്മായിമാരെ എൻ്റെ ഉമ്മച്ചിനൊക്കെ വിളിക്കണം എന്നൊക്കെ ആദ്യം പ്ലാനിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ ക്യാൻസലാക്കി ചെറിയ ഒരു പരിപാടി, ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഫുഡ് അടിക്കുന്നു, തിരിച്ചു വരുന്നു. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, എനിക്ക് സർപ്രൈസസ് കൊടുക്കുന്നതും സർപ്രൈസസ് വാങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സർപ്രൈസസ് കൊടുക്കാറാണ് കൂടുതൽ, കിട്ടൽ വളരെയധികം കുറവാണ്. സോ അങ്ങനെ ആർക്കെങ്കിലും എനിക്ക് സർപ്രൈസ് തരണമെങ്കിൽ യു ക്യാൻ. ഓക്കെ, അപ്പോൾ ഇതും സർപ്രൈസാണ്. ഉമ്മാനെ നമ്മൾ ഇങ്ങനെ ഒരു വലിയ പരിപാടിയായിട്ട് നടത്തുന്നൊന്നും അറിയിച്ചിട്ടില്ല. ഉമ്മാനോട് ആക്ച്വലി നമ്മളിങ്ങനെ പറയായിരുന്നു, നാത്തുമാരെ വിളിക്കണ്ട, എനിക്ക് നാത്തുമാരെ കൂടുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഉമ്മ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതെങ്കിലും ഉമ്മ ഷി വാസ് വെരി കാം. എന്താണെന്നറിയില്ല, ഉമ്മാൻ്റെ രീതിയിൽ നിന്ന് അടുത്തുനിന്ന് കിട്ടേണ്ട രീതിയിലുള്ള റിയാക്ഷൻ ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഉമ്മ ഇങ്ങനെ എല്ലാവരെയും കാണുന്നതും ഉമ്മ ഞെട്ടുന്നതും ഒക്കെ. ഞെട്ടുന്ന വീഡിയോ പകർത്താൻ പറ്റിയില്ല. ഈ പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ പട്ടാമ്പി അർബൻ ഡൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ പിന്നിലൊരു ചെറിയ ഏരിയ അവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനത്തെ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ. ഇതിൻ്റെ ഡെക്കോറും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നത് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ ഹുസ്ന, അവളുടെ ഹസ്ബൻഡ് മുനീറാണ്. അവനൊരു ഇവൻറ്റ് കമ്പനി നടത്തുന്നുണ്ട്, ഇവൻറ്റ് ടെക് എന്നാണ് പേര്. സോ അവനെ ഞാൻ 2 ദിവസം മുൻപ് ഏൽപ്പിക്കുക ചെയ്തത്. കേക്കും കാര്യങ്ങളും എല്ലാം അവനാണ് ചെയ്തത്. ആ വട്ടത്തിലിരിക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു സംഭവം കണ്ടില്ലേ, അതൊക്കെ അവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. ഹിസ് വെരി ആർട്ടിസ്റ്റിക്. അപ്പോൾ അവനാണ് നമുക്ക് ഡെക്കോറും കാര്യങ്ങളും ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തതും ഇങ്ങനെ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തതും ഒക്കെ. എന്തായാലും ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, അതർ ദാൻ കല്യാണം, നമ്മൾ നടത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കേക്ക് ഒക്കെ ഞാൻ അവനെ ഏൽപ്പിക്കുക ചെയ്തത്. അപ്പം നമ്മൾ ചെല്ലുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, കുറേ ഇരുന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നു. ഫുഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് ആ ടൈമിൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അത്രേ ഉണ്ടായിരുന്നു. വീട്ടിൽ റിനോവേഷൻ വർക്ക്സ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ആലോചിക്കാനേ കാരണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഇതൊന്നും നടത്തുള്ളായിരുന്നു. വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനെ ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ ആകെ മെസ്സാവും, അടുക്കളയിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ പൊടിയാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തത്. എന്തായാലും ചെയ്തപ്പോഴാണ് ഇങ്ങനെ പുറത്ത് പരിപാടി വെച്ച് ഒരു പരിപാടി നടത്തുന്നതിൻ്റെ ഒരു സുഖം മനസ്സിലായത്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നമുക്കും ഇതേപോലെ ചെയ്യാം. കാരണം ടെൻഷനില്ല, വീട് വൃത്തികേടാവുന്നുള്ളതില്ല, പാത്രം കഴുകേണ്ട ബുദ്ധിമുട്ടുകളില്ല, ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ഇതില്ല. നമ്മളൊക്കെ കുറേ ക്ഷീണിക്കും. അവസാനം ആ ഒരു പരിപാടി എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയല്ലേ ഇത് എന്ന് വെച്ചാൽ. കുറച്ചൊരു ആ ഒരു സ്പേസിന് നമ്മൾ അവളി കുറച്ച് കാശ് കൊടുക്കണം എന്നത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇറ്റ് വാസ് നൈസ്. ഒരു പരിപാടി എൻജോയ് ചെയ്തതിൻ്റെ എല്ലാ ഒരു ഫീലിങ്സോടുകൂടി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്കിബോ ലൈക്ക് ഹീസ് ഫിഗറിങ് ഔട്ട് എന്താ സംഭവം നടക്കണമെന്നുള്ളത്. കാരണം എല്ലാവരും അവനക്കിങ്ങനെ ആൾക്കാർ കൂടുന്നതും എല്ലാതും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആക്കിബിൻ്റെയും മെഹക്കിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള പിള്ളേർ നടക്കുന്നതും അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛയോടും ഉമ്മച്ചോടും ഉപ്പച്ചോടൊക്കെ ഞാൻ വരാൻ പറഞ്ഞിരുന്നെങ്കിലും അവരെങ്ങനെ എത്തും എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ടായിരുന്നു. കാരണം പട്ടാമ്പിയിൽ എന്തോ പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവരെങ്ങനെ എത്തും എന്നൊക്കെ കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ പിന്നെ അവർ ബസ്സും ഓട്ടോ ഒന്നും വിളിക്കാതെ സ്കൂട്ടിയിലാണ് 2 പേരും അതിസാഹസികമായി ചാവക്കാട് നിന്ന് പട്ടാമ്പിയിലേക്ക് വന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓട്ടോ ഒക്കെ വിളിച്ച് വരുമ്പോൾ കുറച്ച് നേരമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, ഇതാകുമ്പോൾ നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് പോയാൽ മതിയല്ലോ എന്ന്. ശരിയാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ ആൻഡ് ഫാമിലി. ഇതാണ് മുനീർ. ഇവൻ്റെ വകയാണ് കേട്ടോ ഈ ഡെക്കോറും കേക്കും എല്ലാതും. ഇവനാണ് ഇതെല്ലാതും സെറ്റാക്കി തന്നത് നമുക്ക്. ഇനി ഈവൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വെഡിങ് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടാമ്പി നിയർ ബൈ ഏരിയാസ് യു ക്യാൻ കോൺടാക്ട് ഹിം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൻ്റെ പേജൊക്കെ മെൻഷൻ ചെയ്യാം. എല്ലാവരും ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ആക്കിബൂന് കൊടുക്കുന്നുണ്ട്. ആക്കിബൂന് എന്താ സംഭവം ഒന്നും ഒട്ടും പിടികിട്ടിയിട്ടില്ല. ഈ 1 വയസ്സുള്ള ആക്കിബൂന് എന്ത് ഗിഫ്റ്റ് അല്ലേ. എല്ലാവരും നോക്കുന്നു, ചിരിക്കുന്നു. പിന്നെ അങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നൈസായിട്ട് പോസ് ചെയ്ത് തരുന്നൊക്കെ ഉണ്ട്. ഇത് മൂത്ത നാത്തൂൻ ആൻഡ് ഫാമിലി, അതായത് ഷാനുഖാൻ്റെ തൊട്ട് താഴെയുള്ള സിസ്റ്ററാണ്. അവളും അവളുടെ മക്കൾസും ഒരാളും കൂടി ഉണ്ട്, ആദിൽ. അവന് വന്നിട്ടില്ല, പഠിക്കുന്ന കോളേജിൽ നിന്ന് അവന് എത്തിയിട്ടില്ല. അളിയൻ ഗൾഫിലാണ്, അളിയനും ഇല്ല കേട്ടോ.
ആസിയയുടെ മക്കൾ ഇതേ കാണുന്ന മിന്നു ആൻഡ് അലി, ഇവർ എൻ്റെ 2 ബെസ്റ്റ് ഫോളോവേഴ്സിലത്തെ 2 പേരാണ്. എൻ്റെ ഏത് വീഡിയോസ് വന്നാലും അത് കാണലും ലൈക്ക് ചെയ്യലും അത് റിപ്പീറ്റഡായി കണ്ട് എൻ്റെ വ്യൂസ് കൂട്ടുന്ന എൻ്റെ ഫോളോവേഴ്സിലെ 2 പേരാണ് അലി ആൻഡ് മിന്നു, മൈ ഫേവറേറ്റ്സ്. ഇവരെ വീട്ടിൽ ഇപ്പോൾ 24/7 എൻ്റെ വീഡിയോസാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നാത്തൂൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അവളുടെ സംസാരത്തിൽ ചെറിയൊരു മുറുമുറുപ്പുണ്ടായിരുന്നു എന്നൊരു ഡൗട്ട്. ഞാൻ കാരണം ഇവരെ TV എങ്ങാനും അൺപ്ലഗ് ചെയ്ത് വെക്കോ പെർമനൻ്റ്ലി എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം 24 മണിക്കൂറും എൻ്റെ വോയിസ് മാത്രം ഒരു TV-യിൽ പ്ലേ ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊരു നാത്തൂനാണത് സഹിക്കുക അല്ലേ? ആക്കിബുവിൻ്റെ ഒരു സിംഗിൾ ഷോട്ട് കിട്ടാനുള്ള ഒരു സിംഗിൾ ഫോട്ടോ കിട്ടാനുള്ള ഒരു തത്രപ്പാടാണ് കേട്ടോ. അവനെ നിർത്തും, അവൻ നടന്നു വരും, വീണ്ടും അവനെ കൊണ്ടുപോയി അവിടെ നിർത്തും, അവൻ വീണ്ടും ഞങ്ങളെ കണ്ട് നടന്നു വരും. ഒരു സിംഗിൾ കിട്ടാൻ ഞങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ചെയർ കൊണ്ടുവന്നിട്ട് അവൻ ഇരുത്തിയാൽ അത്ര എളുപ്പത്തിൽ എഴുന്നേറ്റ് പോരില്ല എന്ന് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്. ലൈറ്റിങ് വളരെ കുറവായിരുന്നു, രാത്രിയാണ് പരിപാടി വെച്ചതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുത്തതും ഫോട്ടോസൊന്നും അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള റിംഗ് ലൈറ്റ് ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഉള്ള ഫോൺസിൽ ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തു. ആക്കി അവൻ്റെ പല പല എക്സ്പ്രഷൻസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ചെയറിലിരുന്നിട്ട് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി തോന്നുന്നു. നിർത്തുമ്പോൾ അവൻ ഓടി വരികയാണ്. നമുക്ക് വീഡിയോസ് അല്ലാതെ ഫോട്ടോസൊന്നും നിർത്തിയിട്ട് കിട്ടിയിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫർ ഹന്നു, എൻ്റെ മൂത്ത നാത്തുവിൻ്റെ പുന്നാര മൂത്ത പുത്രിയാണ്. അപ്പോൾ അവളാണ് മെയിനായിട്ട് അവനെ കൊണ്ട് നിർത്തുന്നതും ഫോട്ടോസ് എടുക്കുന്നതും. അവൾ അത്ര കഷ്ടപ്പെട്ട് അവനെ ഇരുത്തി ഫോട്ടോസ് എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് അവൻ്റെ ഒരു ഫോട്ടോസും കിട്ടില്ലായിരുന്നു. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിലായിരുന്നു കോൺസെൻട്രേഷൻ. ഇനി ഫുഡ് അടിയിലേക്ക് നേരെ കിടക്കാമല്ലേ. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് 2 മന്തി ഓർഡർ ചെയ്തു, പിന്നെ ക്രീമി മലായി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഓർഡർ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഇത്രയ്ക്ക് അധികം വേണോ, നമ്മളൊക്കെ കുട്ടികളല്ലേ കഴിക്കുമെന്ന്. ഓർഡർ ചെയ്തതൊന്നും ബാക്കി വന്നില്ല. എല്ലാവരും മുണുങ്ങുന്നുണ്ടായിരുന്നു. ഫുഡ് ഒന്നും ബാക്കി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ പക്കയായിരുന്നു. കുട്ടികളായാലും ആ ടൈമിൽ നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ടുണ്ട്. ഫുഡ് വാസ് അടിപൊളി, നല്ല ഫുഡായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാ ഐറ്റംസും, മന്തി ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ക്രീമി അൽഫാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് റൊട്ടി ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചത്. എൻ്റെ ഉമ്മച്ചി പറഞ്ഞത് ദുബായിൽ പോയിട്ട് പോലും ഇത്ര നല്ല ഫുഡ് കിട്ടിയിട്ടില്ല എന്നാണ്. അത്രക്കും അടിപൊളി ഫുഡായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈവൻ ആക്കിബ് വരെ കഴിച്ചു അവരെ മന്തി റൈസ് കേട്ടോ. ആക്കിബ് പിന്നെ എന്നും കഴിക്കും, എന്നാലും ആക്കിബിന് വരെ ഞാൻ ആ ടേസ്റ്റ് കൊണ്ട് കൊടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇവരെ അങ്ങ് എടുത്തി നമ്മൾ അപ്പുറത്തെ ടേബിളിൽ പോയി ഇരുന്നിട്ട് ഫുഡ് അടിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ക്രീമി അൽഫാം ചിക്കൻ, അടിപൊളിയായിരുന്നു. ഇത് റൈസിൻ്റെ കൂടെ ചേരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് റൊട്ടി ഓർഡർ ചെയ്തു. റൊട്ടി ഓർഡർ ചെയ്ത ടൈം ആകുമ്പോഴേക്കും ഈ സംഭവം കഴിഞ്ഞു. റൊട്ടി വന്നപ്പോൾ ഞങ്ങൾ രണ്ടാമത് അത് വീണ്ടും ഓർഡർ ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ക്രീമി ചിക്കൻ. അത് കൈയിട്ട് വരുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ അടുത്ത് നമുക്ക് ഇന്ന് വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഉമ്മാക്ക് ഒരു ഫോണാണ്. കുറേ കാലമായി പറയണം ഉമ്മാക്ക് ഒരു ഫോൺ വേണം എന്ന്. അപ്പോൾ ഇന്ന് മക്കളുടെ ഗിഫ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഉമ്മ പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ വക ആക്കിബിന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് പാക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് ഉമ്മാനെ കൊണ്ട് തന്നെ തുറപ്പിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ്. ഉമ്മക്ക് ഓൾറെഡി അറിയാം ഇത് ഫോണാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു ഉമ്മ എനിക്കൊരു കോണ്ടന്റ് ആണ്, ഉമ്മ ഒന്നിങ്ങനെ ഞെട്ടി അഭിനയിച്ചൊക്കെ തരണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ റീച്ച് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഷീസ് ആക്ടിങ് ഫോർ മീ. കണ്ടോക്കെ എന്താണെന്നറിയാം, ഇത് എന്താവും ഒന്ന് ഊഹിക്കൂ, ഞെട്ടണം എന്തായാലും. ഞങ്ങളുടെ ഉമ്മക്ക് പുച്ഛൊന്നുമില്ല. ആസിയ ഞെട്ടാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മ ഞെട്ടിയാ? എവിടെ ഞെട്ടി? അമ്മ ഞെട്ടി. ഞെട്ടി.
ലോക്ക് ഇട്ടോന്ന്. ഉമ്മമ്മാന്റെ ഫോൺ എന്ന് വെച്ചാൽ പേരക്കുട്ടികളുടെ ഫോണാണ്. പുതിയ ഫോൺ ഇനി ഉമ്മമ്മ പേരക്കുട്ടികൾക്ക് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മറ്റേ ഫോൺ എടുക്കുമ്പോ എന്താ പറയാറുന്നറിയാം, ഈ മണ്ടം ഫോൺ നിങ്ങൾക്ക് എന്തിനാ ചോദിച്ചിട്ട് എടുത്തു നോക്കി. ഇനി നമുക്ക് നോക്കി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതേ ഓരോ കവറിൽ ഓരോരുത്തർക്കുള്ള മിഠായിയും ഞങ്ങൾ അവിടുന്ന് ഒരു പാഴ്സൽ, മറ്റേ ബിരിയാണിയൊക്കെ പാഴ്സൽ ചെയ്യുന്ന പോലത്തെ ബോക്സ് വാങ്ങി കേക്കൊക്കെ ഓരോരുത്തർക്കുള്ള ഓരി കൊടുത്ത് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്തയക്കുകയാണ്. ഉമ്മച്ചിക്കൊരു പെട്ടി കൊടുത്തയച്ചു. ആസിയ, ഉസ്ന, ഞങ്ങൾക്ക്, അതേപോലെ തൊട്ടടുത്ത് മുത്തമ്മ കുട്ടികളുണ്ട്, അവർക്കുള്ള കേക്കൊക്കെ പെട്ടിയിലാക്കി. അവസാനം യാത്ര പറയുന്ന നിമിഷങ്ങളാണ്. ഉമ്മച്ചി ഉപ്പച്ചിയും പോവുകയാണ്. ഇനി അവർക്ക് ചാവക്കാട് വരെ ബൈക്കിലെത്തണം. അപ്പം ഞാൻ വേഗം വിട്ടോളാൻ പറഞ്ഞു. പതുക്കെ പോയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ബൈക്കിൽ ഇതുവരെ എത്തിയത് തന്നെ വലിയ കാര്യം കേട്ടോ. ഇനി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അവരിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ ഈ പയ്യനെ കൊണ്ട് എല്ലാവരും കൂടി ഇരുന്ന് എടുപ്പിച്ചു. അവർ മിസ്സായി പോയി ആ ഫോട്ടോന്ന്. അത് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ അൺപാക്കിംഗ് ആയിരുന്നു. എല്ലാവരും കൂടി ഗിഫ്റ്റ്സ് ഒക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് ഡ്രസ്സുകളൊക്കെ നോക്കിയപ്പോഴാണ് അന്നു കുട്ടിക്ക് വാങ്ങിയത് ഞങ്ങൾ ബർത്ത്ഡേക്ക് വാങ്ങിയ സെയിം ഡ്രസ്സാണ്. ഇനി അത് പോയി ഒന്ന് മാറ്റിക്കൽ ഒരു കലാപരിപാടിയാണ്. ടൈം ഓൾമോസ്റ്റ് ആയി. ഷാനുക്കാക്ക് ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട് 9:30. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിലെത്തണം. അപ്പം ഞങ്ങളിതേ ഇവിടുന്ന് കുട്ടികളൊക്കെ കളിച്ച്, കുട്ടികൾക്കൊക്കെ നെക്സ്റ്റ് ഡേ സ്കൂളുണ്ട്. എല്ലാവരും ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നേരെ ആദ്യം ആസിയയുടെ വീട്ടിലാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. കാരണം ഈ ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ആദ്യം ആസിയയുടെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഗൂഗിൾ മീറ്റൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഒന്ന് വീണ്ടും കൂടി ഈ പറഞ്ഞതുപോലെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഇതാ പ്ലേസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ദിസ് ഇസ് അർബൻ ഡൈൻ. ആസിയയുടെ വീടാണത്. അവിടെ ഇരുന്ന് കുറച്ച് സൊറൊക്കെ പറഞ്ഞ് രാത്രി 12 മണി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. സോ ദിസ് ഈസ് ദ ബർത്ത്ഡേ വ്ലോഗ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.